ലളിതം ഗണിതം ലളിതമീ ഗണിതം. നമസ്കാരം മിടുക്കികളെ മിടുക്കന്മാരെ, ഹാപ്പി ആയിട്ടിരിക്കില്ലേ എല്ലാവരും? ഇന്നെന്താ ഹാപ്പിനെസ്, അഡീഷണൽ ഹാപ്പിനെസ്സിന് എന്താ കാരണം? ഇന്ന് നമ്മുടെ 6th സ്റ്റാൻഡേർഡിലെ അവസാനത്തെ ക്ലാസ്സാണ്. അതാണോ ഹാപ്പിനെസ്സിൻ്റെ കാരണം നിങ്ങളുടെ? അല്ലാന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ നമ്മളെടുക്കാൻ പോകുന്നത് ചാപ്റ്റർ CBSE മാത്സ് 6th ക്ലാസ്സിലെ ചാപ്റ്റർ 14 പ്രാക്ടിക്കൽ ജിയോമെട്രിയുടെ പാർട്ട് 4 ആണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ കൺസ്ട്രക്ഷൻസിൽ നമ്മളിനി കൺസ്ട്രക്ഷൻ ഓഫ് ആൻ ആംഗിൾ 40 ഡിഗ്രി ആംഗിളിലുള്ള ഒരു ആംഗിൾ നമ്മൾ ഉണ്ടാക്കും. എങ്ങനെയാണ് നമ്മൾ 40 ഡിഗ്രി ആംഗിൾ ഇതാക്കുക? ആദ്യം ഒരു ലൈൻ സെഗ്മെൻറ്റ് ഇങ്ങനെ വരച്ചു. ഈ ലൈൻ സെഗ്മെൻറ്റിൽ 2 എൻഡ് പോയിൻ്റ് ഉണ്ടാവും അല്ലേ? അല്ല, റേ ആണ്. ആംഗിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് റേ ആണ്. അപ്പോൾ ഒരു എൻഡ് പോയിൻ്റ് ഇത് റേ ആയിട്ട് തന്നെ നിർത്താം. ഇവിടെ എ എന്ന് പേരിട്ടു. ഈ ഒരു സൈഡിൽ റേ സ്റ്റാർട്ട് ചെയ്യുന്നൊരു പോയിൻ്റിൽ നിന്നാണല്ലോ. അപ്പോൾ ഈ പോയിൻ്റിൽ നിന്ന് ഈ പോയിൻ്റ് ബേസ് ചെയ്തിട്ട് നമുക്ക് 40 ഡിഗ്രി മെഷറുള്ള ഒരു ആംഗിൾ നമുക്ക് വരയ്ക്കണം. എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ പ്രൊട്രാക്ടർ ഉണ്ടല്ലോ, നമ്മുടെ പ്രൊട്രാക്ടർ ഇതെങ്ങനെയല്ല ഇരിക്കുന്നത്? ഈ പ്രൊട്രാക്ടറിൻ്റെ നടുഭാഗത്തായിട്ട് ഒരു ആർക്ക് കാണാം, ഒരു സെമി സർക്കിൾ കാണാം. അതിൽ നിന്നല്ലേ സൂര്യനെ മാതിരി ഇങ്ങനെ വരകൾ വരച്ചിട്ടുണ്ടാവുക. സൂര്യൻ നിൽക്കുന്ന മാതിരി ഒറ്റ ഓട്ടത്തിൽ നമ്മൾ സൂര്യൻ്റെ പിക്ചറിൻ്റെ ഇത് കാണാൻ പറ്റും ഇല്ലേ? അപ്പോൾ ആ സൂര്യൻ്റെ പിക്ചറിൻ്റെ നടുവിൽ ഒരു പെർപെൻഡിക്കുലർ ഉണ്ടാവും. ഇതും കൂടി കൂട്ടുമുട്ടുന്ന ഒരു പെർപെൻഡിക്കുലർ കൂട്ടുമുട്ടുന്ന ടി തിരിച്ചിട്ട മാതിരി ആകൃതിയിലുള്ള ഒരു പോയിൻ്റിൽ, ഈ പോയിൻ്റാണ് നമ്മൾ ഇവിടെ എയിൽ കൊണ്ടുവന്ന് വെക്കേണ്ടത്. അപ്പോൾ ഈ എയിലിങ്ങനെ വെക്കുമ്പോൾ എന്തുണ്ടാവും? ഇവിടെ നിന്ന് 0 തുടങ്ങി മാർക്ക് ചെയ്യുന്ന ഒരു ഇത് 0, 10 കണ്ടതാവും. നോക്കൂ, 0, 10, 20, 30, 40 അങ്ങനെ ആംഗിൾ മാർക്ക് ചെയ്ത് പോകുന്ന ഒരു ഇത് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ടി തിരിച്ചിട്ട ജംഗ്ഷൻ കറക്റ്റായിട്ട് ഈ എയിൽ ചേർത്ത് നിർത്തുക. അത് കഴിഞ്ഞ് ഇവിടുന്ന് നോക്കി 40 ഡിഗ്രി എവിടെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ 40 ഡിഗ്രി കണ്ടു. അപ്പോൾ ആ 40 ഡിഗ്രി കണ്ട സ്ഥലത്ത് നമ്മൾ ഒരു സ്പോട്ട് ഇടും. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മളൊരു സ്കെയിൽ എടുക്കുക. ഒരു സ്കെയിലെടുത്ത് ഈ നമ്മൾ 40 ഡിഗ്രി പ്രൊട്രാക്ടർ വെച്ച് അളന്നില്ലേ, ആ ഇത് ഒരു സ്കെയിലിൻ്റെ ഒരു സൈഡിൽ ആ നമ്മൾ രേഖപ്പെടുത്തിയ പോയിൻ്റ് വേണം. ഇപ്പുറത്തായിട്ട് എ എന്ന് പറഞ്ഞ പോയിൻ്റ് കാണാം. ഇത് രണ്ടും കൂടി നമ്മളങ്ങോട്ട് കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന വേറൊരു റേ വരച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ 40 ഡിഗ്രി ആംഗിളിലുള്ള ഇത് മെഷർ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അത് 40 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മൾ 40 ഡിഗ്രി ആംഗിളിലുള്ള 40 ഡിഗ്രി മെഷറുള്ള ഒരു ആംഗിൾ വരച്ചു. സിമ്പിൾ. ഇനി ഒരു ആംഗിളിൻ്റെ കോപ്പി, അതായത് ആംഗിളിൻ്റെ മെഷർമെൻറ്റ് നമുക്ക് തന്നിട്ടില്ല, പക്ഷേ അതിൻ്റെ എക്സാക്ട്ലി അതേ മെഷർമെൻറ്റുള്ള വേറൊരു ആംഗിൾ എങ്ങനെ വരയ്ക്കാം നമുക്ക്? ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഇങ്ങനെ ഒരു ആംഗിൾ ഉണ്ടെന്ന് വിചാരിക്കുക. AOB എന്ന് പറയുന്ന ഒരു ആംഗിൾ. ഇതിൻ്റെ മെഷർമെൻറ്റ് നമുക്കറിയില്ല, പക്ഷേ ഇതേ മെഷർമെൻറ്റിൽ വേറൊരു ആംഗിൾ നമുക്ക് താഴ്ത്ത് വരയ്ക്കണം എന്ന് വിചാരിച്ചാൽ. അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കുക. O എന്ന് സെൻറ്ററാക്കിയിട്ട് ഒരു ലൈൻ വരച്ചേക്കുക. പിന്നെ നമ്മൾ ഈ കോമ്പസ് എടുക്കുക. കോമ്പസിൻ്റെ ഈ പോയിൻ്റർ, ഇതാണ് പോയിൻ്റർ, ഇത് പെൻസിലിൻ്റെ പോർഷൻ. അപ്പോൾ ഈ പോയിൻ്റർ ഓയിൽ ആദ്യത്തെ ആംഗിളില്ല, അതിനെ ഓയിൽ സ്റ്റിക്ക് ചെയ്ത് നിർത്തുക, ഓയിൽ കുത്തി നിർത്തുക ഈ പോയിൻ്റർ. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ആർക്ക് വരയ്ക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു ഇന്ന ഡിസ്റ്റൻസ് ഒന്നും മെഷർ ചെയ്യണ്ട, ഒരു ഇത് പിടുത്തം പിടിച്ച് ഇങ്ങനെ ഒരു ആർക്ക് ഉണ്ടാക്കുക. അപ്പോൾ ഈ ആർക്ക് പോകുന്ന സ്ഥലത്ത് നമ്മൾ എക്സ് വൈ എന്ന് 2 പോയിൻ്റ്, ഇവിടെ നമുക്ക് കൂട്ടിമുട്ടുന്ന പോയിൻ്റില്ലേ, ഈ പോയിൻറ്റിന് എക്സ് എന്ന് പേര് കൊടുക്കുക, ഈ പോയിൻറ്റിന് വൈ എന്ന് പേര് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഇതേ മെഷർമെൻറ്റ് മാറ്റാതെ ഈ പോയിൻ്റർ പിന്നെ ഈ ഓയിൽ കൊണ്ടുവച്ചിട്ട് ഇങ്ങനൊരു ആർക്ക് ഇവിടെ ഉണ്ടാക്കുക. അപ്പോൾ
ഇതേ രീതിയിൽ തന്നെ ഇവിടെ ആർക്ക് ഇവിടെ ഉണ്ടാവും. ഇനി എന്താ വേണ്ടത്? ഇനി നമ്മൾ ഈ എക്സ് എന്ന് പറഞ്ഞ പോയിന്റും വൈ എന്ന് പറഞ്ഞ പോയിന്റും ഉണ്ടല്ലോ, അത് രണ്ടും വെച്ചുകൊണ്ട് ഇപ്പോൾ വൈയിൽ പോയിന്റർ വയ്ക്കുക, എക്സിൽ പെൻസിൽ വയ്ക്കുക, അങ്ങനെ ആ മെഷർ എടുക്കുക. എന്നിട്ട് ഈ കൂട്ടിമുട്ടിയ പോയിന്റ് ഉണ്ടല്ലോ, ഈ ആർക്ക് ഇവിടെ നമ്മൾ സെഡ് എന്ന് പേര് കൊടുത്ത് നിൽക്കുക, സെഡ് എന്ന് പേര് കൊടുത്തു. അപ്പോൾ ഈ വൈ എക്സിൻ്റെ ഡിസ്റ്റൻസ് എടുത്തിട്ട് സെഡിൽ പോയിൻ്റർ കോമ്പസിൻ്റെ പോയിൻ്റർ കുത്തി ഒരു ആർക്ക് ഇവിടെ അടിക്കുക. ഇങ്ങനെ ഒരാർക്ക് നമ്മൾ ഇട്ടു. അപ്പോൾ ഇവിടെ പി എന്ന് പറഞ്ഞൊരു പോയിൻ്റ് മുട്ടി നിൽക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ പി എന്ന് പറഞ്ഞ പോയിൻ്റ് ഒ എന്ന് പറഞ്ഞ പോയിൻറ്റും കൂടി കൂട്ടി യോജിപ്പിക്കുക. ഉണ്ട് ഇങ്ങനെ. അപ്പോൾ ഈ മെഷർമെൻറ്റും ഈ മെഷർമെൻറ്റും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ ആംഗിൾ എ ഒ ബി എന്ന് പറയുന്ന ഇതിൻ്റെ അതേ മെഷർമെൻറ്റ് നമ്മളിപ്പോൾ പി ഒ സെഡ് എന്ന് പറഞ്ഞ വേറൊരു ആംഗിൾ ഉണ്ടാക്കി. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. ഇനി അടുത്ത കൺസ്ട്രക്ഷൻ നമ്മൾ പഠിക്കുന്നത് ഒരു ആംഗിളിൻ്റെ ബൈസെക്ടർ. ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ ആംഗിൾ 40 ഡിഗ്രി ആണെങ്കിൽ ഒരു 2 20 ഡിഗ്രിയാക്കി മാറ്റുക. അതായത് ആംഗിളിൻ്റെ നടുവിൽ കൂടെ ഒരു വര വരച്ച് രണ്ട് സൈഡിലും 20 20 എന്നായിട്ട് ഡിവൈഡ് ചെയ്യുക. അല്ലെങ്കിൽ ആംഗിൾ 60 അല്ലെങ്കിൽ 30 30. അപ്പോൾ ഈക്വൽ ആംഗിൾസായിട്ട് ഡിവൈഡ് ചെയ്യുക, ബൈസെക്ട് ചെയ്യുക. 60 ആണെങ്കിൽ 30 30, 90 ആണെങ്കിൽ 45 45, അങ്ങനെ. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതാ എക്സ് വൈ സെഡ് ഇങ്ങനെ ഒരു ആംഗിൾ ഉണ്ട്. ഈ ആംഗിളിൻ്റെ മെഷർമെൻറ്റ് എത്രയോ ആവട്ടെ, അത് നമ്മൾ ഈക്വലായിട്ട് രണ്ട് ഈക്വൽ ആംഗിളായിട്ട് നമ്മൾ മാറ്റണം. അതിനാണ് ബൈസെക്ട് ചെയ്യുക, ബൈസെക്റ്റിംഗ് ഓഫ് എൻ ആംഗിൾ. അപ്പോൾ അതെങ്ങനെ ചെയ്യാം? ആർക്കെങ്കിലും അറിയോ? ആർക്കറിയണം അല്ലേ? നമ്മൾ പഠിക്കാൻ പോകണല്ലേ ഉള്ളൂ, ചോദിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിവുമായിട്ട് നമ്മൾ ആ കോമ്പസ് എടുക്കുക. കോമ്പസ് എടുത്ത് കോമ്പസിൻ്റെ പോയിൻ്റർ ഈ വൈ എന്ന് പറയുന്ന പോയിന്റിൽ വയ്ക്കുക. എന്നിട്ട് ഒരു ആർക്ക് ഏതെങ്കിലും ഒരു ലെങ്ത്തിൽ റേഡിയസ് എടുത്തിട്ട് ഇങ്ങനെ ഒരു ആർക്ക് വരച്ചു. ഇങ്ങനെ ഒരു ആർക്ക് വരച്ചു ഉണ്ടോ? ഈ ആർക്ക് ചെന്ന് മുട്ടുന്ന ഈ പോയിന്റുകളെ നമ്മൾ എന്ത് പറയാം? പി ക്യൂ എന്ന് ഇടുക. തൽക്കാലം പേരിടുക. ഇവിടെ പി എന്ന് ഇടുക, ഇവിടെ ക്യൂ എന്ന് ഇടുക. എന്നിട്ട് എന്ത് വേണം വെച്ച് കഴിഞ്ഞാൽ ഈ പി ക്യൂ എന്ന് പറയുന്നതിനെ പകുതിയിൽ കൂടുതൽ ഇങ്ങനെ ആർക്ക് വരയ്ക്കരുത്, ഇത്ര ചെറുതാക്കരുത്. പക്ഷേ കുറച്ച് ഇതിൻ്റെ പകുതിയും കടന്ന് പോകണം. ആ രീതിയിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു ആർക്ക് വരയ്ക്കുക. പിന്നെ പിയിൽ അതേ മെഷർമെൻറ്റ് വെച്ച് പി വെച്ചിട്ട് ഇങ്ങനെ ഒരു ആർക്ക് വരയ്ക്കുക. അപ്പം ഇവിടുന്ന് ഇങ്ങനെ വരയ്ക്കും, ഇങ്ങനെ കിട്ടും, ഇങ്ങനെ ഒരു ആർക്ക് കിട്ടും, ഇവിടുന്ന് ഇങ്ങനെ കിട്ടുമ്പോൾ ഇങ്ങനെ ഒരു ആർക്ക് കിട്ടും. ഇവിടെ ക്യൂവിൽ കുത്തി നിന്നിട്ട് ഒരു ആർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ആർക്ക്, പിയിൽ കുത്തി നിന്നിട്ട് ആർക്കും ഇങ്ങനെ ഒരു ആർക്ക്. ഈ രണ്ടും കൂടി കൂട്ടുന്ന ഇതിനെ നമ്മൾ എം എന്ന് പേരിട്ട് നിൽക്കിയ പോയിന്റിന്. അപ്പോൾ ഈ വൈയും എമ്മും കൂടി അങ്ങോട്ട് യോജിപ്പിക്കുക ഉണ്ടാവും. ഇത് ഈ പറയുന്ന വൈ എം എന്ന് പറയുന്നതാണ് ആംഗിൾ എക്സ് വൈ സെഡിൻ്റെ ബൈസെക്ടർ. ആംഗിൾ ബൈസെക്ട് ചെയ്യുന്നത്. ഇപ്പോൾ നോക്കുമ്പോൾ മുമ്പ് ഇവിടെ മൊത്തത്തിൽ 40 ഡിഗ്രി ആണെങ്കിൽ ഇത് 20 ഡിഗ്രിയാണ്, ഇത് 20 ഡിഗ്രിയാണ്. ഇതാണ് ആ മെത്തേഡ്. ഓക്കെ, ഇനി നമുക്ക് ചില സ്പെഷ്യൽ ആംഗിൾസ് ഉണ്ടാക്കാം. സ്പെഷ്യൽ ആംഗിൾസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുക, അതായത് പ്രൊട്രാക്ടർ ഉപയോഗിക്കാണ്ട് വെറും കോമ്പസ് വെച്ചിട്ട് ചില സ്പെഷ്യൽ ആംഗിൾസ് നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. അങ്ങനത്തെ ഒരു സ്പെഷ്യൽ ആംഗിളാണ് 60 ഡിഗ്രി. 60 ഡിഗ്രി നമുക്ക് പ്രൊട്രാക്ടർ വെച്ച് മെഷർ ചെയ്യാതെ വെറും കോമ്പസ് വെച്ചിട്ട് വരയ്ക്കാൻ പറ്റും. അതെങ്ങനെ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒരു ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ എടുക്കുക. ഒ ബി എന്ന് കൂട്ടുക. ഒ ബി എന്ന് പറയുന്ന ഒരു ലൈൻ വരച്ചു. പിന്നെ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ ബി വെറുതെ എടുക്കുന്നതല്ല, ബി ഇപ്പം എടുക്കണ്ട. ഈ നേരത്തെ ചെയ്ത മാതിരി ഈ ഓ സെൻറ്ററായിട്ട് എന്ന് പറയുമ്പോൾ ഈ കോമ്പസിൻ്റെ പോയിൻ്റർ ഒ എന്ന് പറയുന്ന
പോയിന്റിൽ വെച്ചിട്ട് ഒരു ആർക്ക്, വലിയൊരു ആർക്ക് വരയ്ക്കുക. ഇങ്ങനെ ഈ ആർക്ക് ചെന്ന് മുട്ടുന്ന പോയിന്റിനെയാണ് നമ്മൾക്ക് ബി എന്ന് പേരിട്ട് വിളിക്കുക, ഒ ബി. പിന്നെ എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെഷർമെൻറ്റ് കയ്യിൽ നിന്ന് കളയണ്ട. നമ്മൾ എന്ത് മെഷർമെൻറ്റ് വെച്ചിട്ട് ഈ ആർക്ക് വരച്ചോ അതേ മെഷർമെൻറ്റ് വെച്ചിട്ട് ഈ ഓയിൽ പോയിൻ്റർ നിൽക്കുന്നതിന് പകരം ബി എന്ന് പറഞ്ഞ പോയിന്റിൽ ഈ കോമ്പസിൻ്റെ പോയിൻ്റർ വയ്ക്കുക. എന്നിട്ട് ഇങ്ങനൊരു ആർക്ക്, ഇങ്ങനൊരു ആർക്ക് വരച്ചു. അപ്പോൾ സി എന്ന് പറഞ്ഞൊരു പോയിൻ്റ് ഇവിടെ കിട്ടി. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിയും ഓയും കൂടി അങ്ങ് നിൽക്കുക. ആയില്ലേ? ഇപ്പം നോക്കിയാൽ കാണാം, മെഷർ ചെയ്ത് നോക്കിയാൽ കാണാം, ഇത് 60 ഡിഗ്രി ആയിരിക്കും. ഭയങ്കര എളുപ്പപ്പണിയാണ്. നിങ്ങളെല്ലാവരും ട്രയൽ നോക്കുക കേട്ടോ. അപ്പോൾ ഇത് 60 ഡിഗ്രി ആയിരിക്കും. അതിൻ്റെ എങ്ങനെ ആവും എന്നുള്ളതൊക്കെ നമുക്ക് പിന്നെ പഠിക്കാം. പക്ഷെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ 60 ഡിഗ്രി നമുക്ക് കിട്ടും. ഇനി ഇതിൽ നിന്ന് തന്നെ ഈ 60 ഡിഗ്രി വരും 120 ഡിഗ്രി എങ്ങനെ വരയ്ക്കുക? അതും ഇതേമാതിരി മെത്തേഡ്, നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. അതെന്താ ചെയ്യാന്നറിയോ? നമ്മളിപ്പോൾ ഈ ഒരാർക്കല്ലേ വരച്ചുള്ളൂ. ഇങ്ങനെ ആദ്യത്തെ ആർക്ക് ഇങ്ങനെ തന്നെ വരയ്ക്കാം. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ വരച്ച് ഒരു കട്ട് ചെയ്തില്ലേ ഇവിടെ, അപ്പോഴല്ലേ സി എന്ന് പറഞ്ഞ പോയിന്റ് ഇട്ട് സിയിൽ നിന്നുകൊണ്ട് വേറൊരു കട്ട് ഇവിടെ വരയ്ക്കുക. ഈ ആർക്ക് ഇങ്ങനെ കിടക്കട്ടെ, ഈ ആർക്ക് ഇങ്ങനെ വരുന്നു. അപ്പോൾ സി ബിയിൽ നിന്നുകൊണ്ടൊരു ഇതിനെ കട്ട് ചെയ്തപ്പോൾ നമുക്ക് സി കിട്ടി. സിയിൽ നിന്ന് രണ്ടാമതൊന്നും കട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഡി എന്ന് പറഞ്ഞ വേറെ പോയിന്റ് കിട്ടും. ഈ ഡിയും ഓയും കൂടി കൂട്ടി വരച്ചാൽ ഈ കിട്ടുന്ന ആംഗിൾ 120 ഡിഗ്രി, 60യുടെ ഡബിൾ ആയിരിക്കും. അത് നമ്മൾ 2 പ്രാവശ്യം എടുത്തുള്ളൂ. ഇതാണ് 120 ഡിഗ്രി വരയ്ക്കാനുള്ള എളുപ്പം. ഇനിയിപ്പോൾ 90 ഡിഗ്രി വരയ്ക്കാൻ എന്താ എളുപ്പം? വളരെ എളുപ്പമല്ലേ, പ്രൊട്രാക്ടറില്ലാണ്ട് എങ്ങനെ വരയ്ക്കുക? ഇനി നമുക്ക് 90 ഡിഗ്രി എങ്ങനെയാണ് വരയ്ക്കുക എന്ന് പറയാം. 90 ഡിഗ്രി വരയ്ക്കാൻ എളുപ്പമാണ്. എന്താണ് എളുപ്പം? ഒരു ലൈൻ വരച്ചാൽ അതിനൊരു പെർപെൻഡിക്കുലർ ആയിട്ടൊരു കൺസ്ട്രക്ഷൻ നടത്തി കഴിഞ്ഞാൽ അത് 90 ഡിഗ്രി ആയിരിക്കും. പെർപെൻഡിക്കുലർ മീനിങ് തന്നെ 90 ഡിഗ്രി എന്നല്ലേ. അപ്പം എ ബി ഒരു ലൈൻ സെഗ്മെൻറ്റ്, അതിൽ പി എന്ന് പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ട്. ഈ പെർപെൻഡിക്കുലർ തന്നെയാണ് 90 ഡിഗ്രി എന്ന് പറയുന്നത്. വളരെ ഈസിയല്ലേ, ഒരു പെർപെൻഡിക്കുലർ വെച്ച് നമുക്ക് 90 ഡിഗ്രി ആംഗിൾ കിട്ടി. സംഗതികൾ കുശാലായില്ലേ? അപ്പോൾ ഇത് നമ്മുടെ 7th സ്റ്റാൻഡേർഡിലെ അല്ലെ 6th സ്റ്റാൻഡേർഡിലെ അവസാനത്തെ ക്ലാസ്സാണ്. ഇനി നമുക്ക് 7th സ്റ്റാൻഡേർഡിലേക്ക് പോകാം. ഓക്കെ, ഗുഡ് ബൈ 6th ക്ലാസ്. എൻജോയ് ദ വെക്കേഷൻ. ലളിതം ഗണിതത്തിൻ്റെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിന് പ്രത്യേകത എന്താണ്? ലളിതം ഗണിതത്തിൻ്റെ 6ാം ക്ലാസ്സിലത്തെ എല്ലാ ചാപ്റ്ററും നമ്മൾ കവർ ചെയ്തു. അപ്പോൾ 6ാം ക്ലാസ് ഇന്നത്തോട്ട് കഴിയുകയാണ്. ഇനി നമ്മൾ 7ാം ക്ലാസ്സിലേ കാണുള്ളൂ. ഓക്കെ, വെക്കേഷനായില്ലേ? എല്ലാവരും എന്തൊക്കെയാണ് പരിപാടികൾ വെക്കേഷനിൽ? നിയാസും മൈക്കിളും അല്ലേ? എന്താ നിങ്ങൾ രണ്ടുപേരും ഒരു നാട്ടിൽ പോകണോ? അത് ശരി. അതുമാതിരി ഇവിടെ പെൺകുട്ടികൾ സിന്ധു നാട്ടിൽ പോവാണ് അല്ലേ? ശരി, ബാക്കി എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ നാട്ടിലായാലും ഇവിടെ ആയാലും നമുക്ക് എല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. വെക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും കളിയല്ലാതെ പഠിക്കുക കൂടി വേണം. പക്ഷേ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ബുക്ക് തുറന്ന് പഠിക്കലല്ല കേട്ടോ. കണ്ണ് തുറന്ന് പ്രകൃതിയിലുള്ള കാര്യങ്ങൾ നോക്കുക. പ്രകൃതി വെച്ച് കഴിഞ്ഞാൽ കാടും മല അതുമല്ല, അവിടെയുള്ളത് നോക്കണം, എവിടെയും നോക്കണം. പ്രകൃതി എന്ന് പറയുമ്പോൾ നമുക്ക് പഠിക്കാനുള്ള അവസരം നമുക്ക് എവിടെ പോയാലും കിട്ടും അല്ലേ? നമ്മൾ ഷോപ്പിൽ പോയാലും റോട്ടിൽ കൂടെ പോകുമ്പോൾ വഴിയിലെ കാഴ്ചകൾ എല്ലാറ്റിൽ നിന്നും നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ കിട്ടും. അപ്പോൾ അത് നോക്കുക, പഠിക്കുക. എന്താ ഓരോരുത്തരോട് ചോദ്യം ചോദിക്കുക. നമ്മളെക്കാൾ മുതിർന്നവരോടോ ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കുക, ഇതെന്താ അങ്ങനെ, അതെന്താ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നമ്മൾ അറിവ് നേടണം അല്ലേ? എവിടെ നമുക്ക് പലല്ല ഒരുപാട് ആൾക്കാരെ നമുക്ക് അറിവ് കിട്ടണം. പക്ഷേ നമ്മൾ ചോദ്യം ചോദിക്കണം, അതിൻ്റെ ഉത്തരം നല്ലപോലെ ശ്രദ്ധിച്ച് കേൾക്കണം, എന്നിട്ട് നമ്മുടെ തലയിലേക്ക് കയറ്റണം. അപ്പോൾ അത് നമ്മുടെ നോളജായി. മുഴുവൻ പഠിക്കുക പറഞ്ഞാൽ ബുക്ക് മറിച്ച് നോക്കൽ മാത്രമല്ല, ബുക്കോ അല്ലെങ്കിൽ വേറെ വീഡിയോ ഒന്നും അല്ല. ഇങ്ങനെ നമ്മൾ ജനങ്ങളായിട്ടും അല്ലെങ്കിൽ സംശയങ്ങൾ ചോദിച്ചുകൊണ്ടേ നമുക്ക് അറിവുണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വെക്കേഷനിൽ നിങ്ങളെല്ലാവരും കളിയുടെ ഒപ്പം
അറിവ് ഈ രീതിയിൽ നേടാനും കൂടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് 7ാം ക്ലാസ്സിൽ കാണാം. 7th സ്റ്റാൻഡേർഡ്. ബൈ. എൻജോയ് യുവർ വെക്കേഷൻ. ബൈ.